വെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഡിഷോണേഡ് ദ അക്കൗണ്ട് ഡെബിറ്റഡ് ഈസ്. നമുക്ക് കിട്ടിയ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ആ ചെക്ക് എന്തായി മാറുന്നു? ഡിഷോണഡായി മാറുന്നു. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ചെക്ക് എന്തായി മാറുന്നു? ഡിഷോണഡായി മാറുന്നു, അസാധുവായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി പേഴ്സണൽ, ഓപ്ഷൻ സി ക്യാഷ്, ഓപ്ഷൻ ഡി ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പേഴ്സൺ അക്കൗണ്ട് എന്നാണ് വരിക. ആ ചെക്ക് ഡിഷോണഡ് ആവുന്ന സമയത്ത് നേരെ നമ്മൾ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യും, പേഴ്സൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആരാണോ നമുക്ക് ചെക്ക് തന്നത് അവരാണ് പേഴ്സൺ ഓർ പേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചെക്ക് ഡിഷോണഡ് ആവുന്ന സമയത്ത് നമ്മൾ ആ പേഴ്സണെ റിവേഴ്സ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. സോ ഇവിടെ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിഷോണഡ് ആവുന്ന സമയത്ത്, ചെക്ക് ഡിഷോണഡ് ആവുന്ന സമയത്ത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട് ആണ്. നമുക്ക് ചെക്ക് തന്ന പേഴ്സണിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക അറ്റ് ദ ടൈം ഓഫ് ഡിഷോണർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പേഴ്സണൽ ആണ്.